ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് ഇന്ന് രാവിലെ വീട്ടുകാർക്ക് കൊടുത്തിരുന്ന മോർണിംഗ് ആക്ടിവിറ്റി എന്നത് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുന്നതും പാലിക്കാത്തതുമായ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക എന്നതാണ്. അങ്ങനെ ഓരോരുത്തരെ തിരഞ്ഞെടുക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഹൈജീനിക് ഉള്ള വ്യക്തി എന്ന നിലയിൽ വോട്ടുകൾ കിട്ടിയിരിക്കുന്നത് ഡോക്ടർ ബിന്നിക്കാണ്. ഡോക്ടർ ബിന്നിയുടെ ഈ ഒരു ഓവർ ഹൈജീനിക്കിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം മറ്റൊരു പരാമർശം കൂടി ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ഹൈജീനിക് അല്ലാത്ത വ്യക്തികൾ എന്ന നിലയിൽ വോട്ടുകൾ കിട്ടിയിരിക്കുന്നത് രേണു സുധി, അക്ബർ, റണ ഫാത്തിമ തുടങ്ങിയവർക്കാണ്. രേണു സുധിയെ കുറിച്ച് അനുമോളാണ് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരുന്നത്. രേണു ചേച്ചിക്ക് വ്യക്തി ശുചിത്വമോ പരിസര ശുചിത്വമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത്. അനുമോൾ പറയുന്നത് ഇപ്രകാരമാണ്: രേണു ചേച്ചിയുടെ തലയിൽ മുഴുവൻ പേനാണ്. ഈ ചെറിയ ചെറിയ പേനുകൾ തലയിലൂടെ മുഖത്തോട്ട് അരിച്ചിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വല്ലപ്പോഴുമൊക്കെ കുളിക്കാറുള്ളൂ. ആ വ്യക്തിക്ക് തീരെ വൃത്തിയില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ അഭിപ്രായമെല്ലാം പറഞ്ഞതിന് ശേഷം മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ് എല്ലാവരും പിരിയുകയാണ്. അതിനുശേഷം രേണു സുധി അനുമോളോട് ചെന്ന് പറയുകയാണ്: നിനക്ക് അത്തരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ തലയിൽ ഇത്രയധികം പെയിനുണ്ട്, അതായത് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പേഴ്സണലി എന്നോട് പറഞ്ഞുകൂടായിരുന്നു. ഇത്രയധികം ആളുകൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഷോയിലൂടെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല, അതെനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുധി വല്ലാതെ അങ്ങോട്ട് കരയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശൈത്യ അനുമോളോട് പറയുന്നുണ്ട്: നീ അവരോട് നേരിട്ട് പറഞ്ഞുകൂടായിരുന്നു, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞുകൂടായിരുന്നു, എന്തിനാണ് എല്ലാവരും കേൾക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അനുമോളുടെ പ്രതികരണം എന്നോണം അനുമോള് പറയുന്നുണ്ട്: എൻ്റെ തലയിൽ ഇത്തരത്തിൽ പെയിൻ ഉണ്ട് എന്നുള്ളത് മറ്റൊരാൾ പറയുകയാണെങ്കിൽ എനിക്ക് യാതൊന്നും തോന്നുകയില്ല. അതുള്ള കാര്യമാണല്ലോ അവർ പറയുന്നത്. അതൊരിക്കലും ഞാൻ മറ്റുള്ളവരെ മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞതല്ല എന്നുള്ള തരത്തിലൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അതിനുശേഷം രേണു സുധി നേരെ ക്യാമറയ്ക്ക് മുൻപിൽ നിന്നുകൊണ്ട് പറയുകയാണ്: എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു, ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ ഉള്ളത് കൊണ്ട് എനിക്ക് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അതിനുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് എൻ്റെ തലയിൽ ഇത്രയധികം പെയിനെല്ലാം നിറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പോലും എൻ്റെ ട്രീറ്റ്മെൻറ്റ് മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്ക് കുളിക്കാനൊന്നും ഹെയർ വാഷ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള അപമാനമെല്ലാം കേൾക്കേണ്ട അവസ്ഥ വരുന്നത്. എനിക്കിവിടെ നിൽക്കണമെന്നില്ല. ബിഗ് ബോസ് എങ്ങനെയെങ്കിലും ഞാനിവിടെ നിന്നും ക്വിറ്റ് ചെയ്യാം, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും ഒന്ന് പുറത്താക്കണം. ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ്റെ ട്രീറ്റ്മെൻറ്റ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരാം. ബിഗ് ബോസ് ഇതിന്മേൽ ഒരു നടപടി ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുധി അവിടെ ഇരുന്ന് ഒരേ കരച്ചിലാണ്. ക്യാമറയിൽ നോക്കിക്കൊണ്ട് ഞാൻ ക്വിറ്റ് ആയിക്കോളാം, ഞാൻ സ്വയമേവ ഇവിടുന്ന് പോയിക്കോളാം, ഞാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, എൻ്റെ തലയിൽ പെയിൻ ഉണ്ടെങ്കിൽ അതുമൂലം മറ്റുള്ളവർക്ക് അതൊരു യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല, എനിക്കതിന് താല്പര്യമില്ല. പറയാനുള്ളത് എന്നോട് രഹസ്യമായി പറഞ്ഞതാണെങ്കിൽ പോലും എനിക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ രേണു സുധി ക്യാമറ നോക്കി പറയുന്നുണ്ട്. നമ്മൾ തന്നെ പല സമയത്തും കണ്ടിട്ടുണ്ടല്ലോ രേണു സുധി തലയും ചൊറിഞ്ഞുകൊണ്ട് ഏതു നേരം അങ്ങും ഇങ്ങും നടക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ അത് വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. കാരണം ഇത്രയധികം ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥി തലയും ചൊറിഞ്ഞുകൊണ്ട് തീരെ ഹൈജീനിക് അല്ലാതെ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് തന്നെ നല്ലൊരു ധാരണയുണ്ട്. പ്രത്യേകിച്ച് രേണു സുധിക്ക് തീരെ വൃത്തിയില്ല എന്നുള്ള ആ ഒരു കാര്യം, അല്ലെങ്കിൽ രേണു സുധിയുടെ ഹൈജീനിക്കിനെ കുറിച്ച് ഇതിനു മുൻപ് തന്നെ ബിഗ് ബോസ് വീട്ടിലും ബിഗ് ബോസ് വീടിന് പുറത്തും പ്രേക്ഷകർ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ രേണു സുധി പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഹെയർ വാഷ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് എൻ്റെ തലയിൽ ഇത്രയധികം പെയിൻ ഉള്ളത് എന്നുള്ളതൊക്കെ. അതേ വീട്ടിലെ തന്നെ ജിസേൽ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ജിസേലിൻ്റെ തലയിൽ ഇത്രയധികം പെയിനോ അല്ലെങ്കിൽ ഡാൻഡ്രഫോ ഒന്നും തന്നെ വരുന്നില്ല? ജിസേൽ ഹൈജീനിക് ഇല്ലാത്ത വ്യക്തിയാണ് എന്നുള്ളത് മറ്റുള്ളവർ പറയുന്നില്ല. അപ്പോൾ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തത് കൊണ്ട് ഒരു വ്യക്തിക്ക് ഹൈജീനിക് ഇല്ലാതെ പോയി, അല്ലെങ്കിൽ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ഹെയർ മര്യാദയ്ക്ക് നോക്കാൻ പറ്റാതെ പോയത്, ഇത്രയധികം പെയിനുകൾ നിറഞ്ഞത് എന്നുള്ളതൊക്കെ പറയുന്നതിനോട് എനിക്കതൊരിക്കലും അക്സെപ്റ്റബിൾ ആവാൻ പറ്റുന്നില്ല. മാത്രമല്ല ഹെയർ എക്സ്റ്റൻഷൻ ചെയ്താൽ ഹെയർ വാഷ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഹെയർ വാഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് രേണു സുധിക്ക് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്ത ആ മേഡം തന്നെ ഒരു ലൈവിൽ വന്നു നിന്നുകൊണ്ട് പറയുന്നുണ്ട്. പിന്നെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്താൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് രേണു സുധി എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല ഹെയർ എക്സ്റ്റൻഷൻ ചെയ്താൽ ഹെയർ വാഷ് ചെയ്യാൻ
പറ്റില്ലേ എന്നുള്ളത് എനിക്കറിയില്ല, എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷേ പറ്റും എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ഏത് ഹെയറിന് വേണ്ടിയാണെങ്കിലും ഏതൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അതിൻ്റേതായ രീതിയിൽ പ്രോപ്പറായിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനെ പരിപാലിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി അത് ചെയ്തതുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തനിക്ക് വൃത്തിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്നു, അല്ലെങ്കിൽ താൻ ഇത് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. എന്തായാലും പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചിലരുടെ അഭിപ്രായം എന്ന് പറയുന്നത് അത് ഇത്രയധികം ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പറയരുതായിരുന്നു, രേണുസുധിയുടെ മാറ്റി വിളിച്ചുകൊണ്ട് പറയണം എന്നുള്ളതൊക്കെ. കലാഭവൻ സരിക എന്ന മത്സരാർത്ഥി ഇന്നലെ രേണുസുധി എങ്ങനെയാണ് തല ചൊറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്നുള്ളത് അഭിനയിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇല്ലാത്ത പ്രശ്നം അനുമോൾ ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല ഇതിപ്പോൾ രേണുസുധിയെ മാറ്റി വിളിച്ചുകൊണ്ട് പലരും സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. രഹസ്യമായി തന്നെ രേണുസുധിക്ക് വൃത്തിയില്ല, തലയിൽ ഇത്രയധികം പേനുണ്ട് എന്നുള്ളതൊക്കെ പരക്കെ സംസാരിക്കുന്നത് നമ്മൾ ക്യാമറകളിലൂടെ കണ്ടിട്ടുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുസുധിയെ മാറ്റി വിളിച്ചുകൊണ്ട് പറഞ്ഞുകൂടായിരുന്നു, അല്ലെങ്കിൽ പേഴ്സണലി അവരോട് പറഞ്ഞുകൂടായിരുന്നോ എന്ന് പറയുന്നവരോട് എനിക്ക് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 72ഓളം ക്യാമറകൾ നിറഞ്ഞ ഒരു വീടാണ്, ഒരു സെറ്റാണ്. അങ്ങനെ ഇരിക്കുക അവിടെ ഇത്രയധികം ക്യാമറ കണ്ണുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒപ്പിയെടുക്കാനായി നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെ മാറ്റി നിർത്തി പറയാനായിട്ട് സാധിക്കുന്നത്? ഈ മാറ്റി നിർത്തുന്ന കണ്ടസ്റ്റൻസിൻ്റെ മുമ്പിൽ പറയേണ്ടിയിരുന്നില്ല എന്നുള്ളതാണോ, അതോ ഓഡിയൻസുകൾക്ക് പറയേണ്ടിയിരുന്നില്ല എന്നുള്ളതാണോ എന്നുള്ളത് എനിക്ക് വ്യക്തമാവുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഇനിയിപ്പോൾ കണ്ടസ്റ്റൻസ് കേൾക്കെ പറയേണ്ടിയിരുന്നില്ല എന്നുള്ളതാണെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെക്കാം. എന്നാൽ ഓഡിയൻസ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ വിളിച്ച് പറയുമ്പോൾ എന്നുള്ളതൊക്കെ രേണുസുധി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയധികം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ പറഞ്ഞു എന്നുള്ളതും രേണുസുധി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രേക്ഷകർ കേൾക്കെ എന്തുകൊണ്ട് ഇത് പറഞ്ഞു, എന്നോട് പേഴ്സണലി പറഞ്ഞുകൂടായിരുന്നു എന്നുള്ളതാവാം മേ ബി രേണുസുധി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ അത്തരത്തിൽ പേഴ്സണലി പറഞ്ഞതാണെങ്കിൽ കൂടി ഡെഫിനറ്റ്ലി അത് പ്രേക്ഷകർ കേൾക്കും. കാരണം ആ ക്യാമറ ഒപ്പിയെടുക്കുന്ന എല്ലാ വിഷ്വൽസും പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ട്. അതാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കണ്ടസ്റ്റൻസും പരസ്പരം എതിരാളികളാണ്. അത് ഞാൻ മുൻപുള്ള എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പരസ്പരം എതിരാളികളാണ്. അവരെങ്ങനെയെങ്കിലും നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും മെൻ്റലി ഫിസിക്കലി ഇല്ലാതാക്കണം എന്നുള്ളത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗെയിം എങ്ങനെയെങ്കിലും സ്പോയിലാക്കണം എന്നുള്ളത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അതിൽ ഏത് ആയുധം വേണമെങ്കിൽ അവർ ഉപയോഗിക്കും. ഇത്തരത്തിൽ ഹൈജീനിക് എന്നോ സെപ്റ്റിക് ടാങ്ക് എന്നോ എന്ത് വേണമെങ്കിലും പറയും. പക്ഷേ അതും പറഞ്ഞുകൊണ്ട് അവിടെ കരഞ്ഞുകൊണ്ട് എനിക്ക് ക്വിറ്റ് ചെയ്യണം, എനിക്ക് ഇവിടെ നിന്നും പോകണം, അല്ലെങ്കിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് ഈ ഒരു വിഷയം ചോദിക്കണം, എനിക്ക് കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കുകയില്ല. രേണുസുധി എന്ന കണ്ടസ്റ്റൻ്റ് ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ബിഗ് ബോസ് എന്നുള്ള ഈ ഒരു ഷോയ്ക്ക് ഫിറ്റ് അല്ല എന്നുള്ളത് ഞാൻ പേഴ്സണലി പറയുന്നു. കാരണം രേണുസുധിയുടേതായിട്ടുള്ള ഒരു കണ്ടന്റ് പോലും അവിടെയില്ല. ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയയിൽ തന്നെ സെൻസേഷണൽ കണ്ടൻ്റായ ഒരു വ്യക്തി പൂച്ചയെ പോലെ വീടിനകത്തിങ്ങനെ പതുങ്ങിയിരിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. രേണുസുധിയുടെ കണ്ടന്റ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ളതൊക്കെ ആയിരിക്കും. ഈ കരച്ചിൽ, സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുക, മാപ്പ് കൊടുക്കുക, ഇതൊക്കെ തന്നെയായിരിക്കും.